So we have been analyzing the frame shown in figure by substitute frame method. So in the last video we have calculated the design moments for two cases. The first case was the minimum moment at the midspan of BC. The second case was the maximum moment at the midspan of beam BC. So today we are going to calculate the maximum joint moments. That is, we will be calculating the maximum joint moment at A. Then we will go for the calculation of maximum moment at joint B, then for joint C, and then for joint D. So let me just remind you, in the last video we have calculated the distribution factors, the stiffness values, the distribution factors for each member, etc. Then we calculated the fixed end moments for two different cases. And for our first case, that is for the minimum moment at the midspan of BC or the maximum negative moment at the midspan of BC, the span AB and CD were loaded with live load also, and the span BC was loaded with only dead load. And we calculated the final moments, midspan moments. Then in the second case, only span BC was loaded with live load and dead load, and both the other spans AB and CD were loaded with only dead load. That was for calculating the maximum moment at the midspan of BC. So yeah, you can follow this table actually to make your calculations simpler. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സെപ്പറേറ്റ് ആയിട്ട് ലോഡ് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വരച്ചിട്ട് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ആക്ച്വലി നിങ്ങൾ ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമാണ്. ഫോർ ഈച്ച് സ്പാൻ what is the fixed end moment due to dead load alone, then what is the fixed end moment due to total load, that is live load plus dead load. ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് easily you can go for the calculation of design moments. So you can maybe draw this table and fill in the beginning of the problem after calculating the loads etc. ഇപ്പോൾ സ്പാൻ എ ബിൻ്റെ കേസ് ആണെങ്കിൽ ഫിക്സ്ഡ് എൻ മൊമെൻറ്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് എന്ന് പറയുമ്പോൾ WL²/12 എന്ന് പറയുമ്പോൾ W എന്ന് പറയുന്നത് ഡെഡ് ലോഡ് ഓൺ എ ബി മാത്രം ഇൻറ്റു L²/12, ദാറ്റ് ഇസ് എ ബിൻ്റെ സ്പാൻ 9 മീറ്റർ, സോ ഇൻറ്റു 9²/12. അങ്ങനെയാണ് ഈ FEM ഡ്യൂ ടു ഡെഡ് ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. FEM ഡ്യൂ ടു ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഡ്യൂ ടു ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പോൾ എ ബിയിൽ ആക്ട് ചെയ്യുന്ന ഡെഡ് ലോഡ് പ്ലസ് ലൈവ് ലോഡ്. ഓരോ സ്പാനിലും ആക്ട് ചെയ്യുന്ന ഡെഡ് ലോഡ്സ് ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ടാണ് ഇത് സ്പെസിഫിക് ആയിട്ട് നിങ്ങളോട് പറയുന്നത്. സോ FEM ഡ്യൂ ടു ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പോൾ ഡെഡ് ലോഡ് ആക്ടിങ് ഓൺ ദ സ്പാൻ എ ബി പ്ലസ് ലൈവ് ലോഡ് ഇൻറ്റു L²/12, ദാറ്റ് ഇസ് 9²/12. ഇപ്പോൾ സ്പാൻ സി ഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സ്പാൻ സി ഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 6 മീറ്റർ ആണ്. സോ FEM ഡ്യൂ ടു ഡെഡ് ലോഡ് എന്ന് പറയുമ്പോൾ WL²/12 എന്ന് പറയുമ്പോൾ സി ഡിയിൽ ആക്ട് ചെയ്യുന്ന ഡെഡ് ലോഡ് ഇൻറ്റു 6²/12. ദെൻ ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് ഡ്യൂ ടു ടോട്ടൽ ലോഡ് എന്ന് പറയുമ്പോൾ W എന്ന് പറഞ്ഞാൽ WL²/12 ആണ്. W എന്ന് പറയുമ്പോൾ ഡെഡ് ലോഡ് ഓൺ സി ഡി പ്ലസ് ലൈവ് ലോഡിൻ്റെ വാല്യൂ ഇൻറ്റു 6²/12. So maybe you can make this table in the beginning so that you can easily substitute the fixed end moment value in the design moment calculation. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് പോലെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഫിഗർ വരച്ച് ഇങ്ങനെയാണ് ലോഡ് ആക്ട് ചെയ്യുന്നത് എന്ന് കാണിച്ച് ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ്ലി ഈ ടേബിൾ വരച്ച ശേഷം നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയാണ് അതിലങ്ങനെ ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ്ലി ഈ ടേബിൾ വരച്ച ശേഷം ഫിക്സ്ഡ് എൻഡ് മൊമെൻറ്റ് വാല്യൂസ് നമ്മുടെ ഡിസൈൻ മൊമെൻറ്റ് കാൽക്കുലേറ്റിംഗ് ടേബിളിലേക്ക് എടുത്തെഴുതിയാൽ മതി. സോ കമ്മിങ് ടു അവർ കേസ്, നമ്മുടെ കേസ് എന്ന് പറയുന്നത് ഡിസൈൻ മൊമെൻറ്റ്സ് അറ്റ് ജോയിൻറ്റ്സ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ജോയിൻറ്റ് എ എടുക്കുകയാണ്. സോ ഫോർ ജോയിൻറ്റ് എ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ മാക്സിമം മൊമെൻറ്റ്. Moments at joints are negative. Maximum negative moment at joint എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്, മാക്സിമം മൊമെൻറ്റ് അറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. കാരണം ജോയിൻറ്റ് മൊമെൻറ്റ്സ് ഒക്കെ നെഗറ്റീവ് ആണ്.
ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെയാണ് ലോഡ് പ്ലേസ് ചെയ്യേണ്ടത് അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ടു ഹാവ് ദ മാക്സിമം മൊമെന്റ് അറ്റ് ജോയിന്റ് എ, ഹൗ ടു പ്ലേസ് ദ ലൈവ് ലോഡ് ആൻഡ് ഡെഡ് ലോഡ്. ഡെഡ് ലോഡ് എല്ലായിടത്തും എപ്പോഴും ആക്ട് ചെയ്യുന്നുണ്ട്. ഇനി ലൈവ് ലോഡ് എങ്ങനെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജോയിന്റ് എ, ഏത് ജോയിന്റ് എടുത്താലും നമ്മൾ ആ ജോയിന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ബീംസിന്റെ മേലെയാണ് ലൈവ് ലോഡ് പ്ലേസ് ചെയ്യേണ്ടത്. ഇപ്പോൾ ജോയിന്റ് എ എടുക്കുകയാണെങ്കിൽ അതുമായിട്ട് കണക്റ്റ് ആയിട്ട് വരുന്ന ബീം എന്ന് പറയുന്നത് ബീം എ ബി മാത്രമാണ്. എയുമായിട്ട് ജോയിൻ ചെയ്യുന്ന ഒരേ ഒരു ബീം എന്ന് പറയുന്നത് എ ബി മാത്രമാണ്. സോ എ ബി ഷുഡ് ബി ലോഡഡ് വിത്ത് ലൈവ് ലോഡ് along with the dead load, and span BC and CD will be subjected to dead load മാത്രം. സോ ഇവിടെ നമ്മുടെ മൊമെന്റ് കാൽക്കുലേറ്റിംഗ് ടേബിളിൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എഴുതുമ്പോൾ ബാക്കിയൊക്കെ സാധാരണ പോലെ എല്ലാ ജോയിൻസും എഴുതുക, പിന്നെ അതുപോലെ എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സും എഴുതുക, പിന്നെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് വാല്യൂസ് ആണ് എഴുതേണ്ടത്. അപ്പോൾ എ ബിയിൽ മാത്രം ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് ആൻഡ് ലൈവ് ലോഡ് എഴുതുക. ബാക്കിയുള്ള ജോയിൻസിലൊക്കെ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഡ്യൂ ടു ഡെഡ് ലോഡ് മാത്രം അത് എഴുതുക. ഇവിടെ എന്തുകൊണ്ടാണ് ബാക്കിയുള്ള സ്പാൻ ഒഴിവാക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എയിലുള്ള മൊമെന്റ് മാത്രമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ ബിയിൽ എഴുതിയിട്ടുണ്ട്, ബിക്കോസ് ബിയിൽ നിന്ന് ക്യാരി ഓവർ മൊമെന്റ് എയിലേക്ക് വരാനുള്ളതാണ്, അതുകൊണ്ട് മാത്രം. സോ ഫസ്റ്റ് ഓഫ് ഓൾ റൈറ്റ് ഡൗൺ ഓൾ ദ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ്. റിമെമ്പർ, എ ബി span should carry dead load and live load. So accordingly you write the fixed end moment. So next is the calculation of balancing moment. You know that balancing moment is equal to negative of fixed end moment into distribution factor. So here minus 203.85 into 0.5, that is equal to minus 101.93. So balancing moment is 101.93. So here also we have to write the balancing moment, because നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് എയിലേക്ക് ക്യാരി ഓവർ മൊമെന്റ് വരാനുള്ളതാണ്. ബാക്കിയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. സോ അറ്റ് ജോയിന്റ് ബി the total fixed end moment is 203.85 minus 13.05. So that moment into the distribution factor 1/3 multiply ചെയ്തു കഴിഞ്ഞാൽ we will be getting 63.6. So the balancing moment is minus 63.6. നെക്സ്റ്റ് ഇസ് എ ക്യാരി ഓവർ മൊമെന്റ്. അത് ബാക്കി ഒന്നിനും എഴുതണ്ട, ബിയിലേക്ക് എയിൽ നിന്ന് ക്യാരി ഓവർ ചെയ്യുന്ന മൊമെന്റ് ഒന്നും എഴുതണ്ട, ബിക്കോസ് വി ആർ നോട്ട് ഗോയിങ് ടു കാൽക്കുലേറ്റ് ദ മൊമെന്റ് അറ്റ് ജോയിന്റ് ബി. സോ ദ ക്യാരി ഓവർ മൊമെന്റ് ഫ്രം ബി ടു എ ഷുഡ് ബി റിട്ടൺ. സോ മൈനസ് 63.6ന്റെ ഹാഫ് ആയിട്ടുള്ള minus 31.8 is the carry over moment, and that should be written. And one more balancing moment we have to calculate. Minus 31.8 into 0.5, which is equal to minus 15.9. So the balancing moment is 15.9. Now add all these moments, and this is the final end moment at joint A. അത്രയുള്ള പരിപാടി. ജോയിന്റ് മൊമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീ മൊമെന്റ് ഒന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, എൻഡ് മൊമെന്റിന്റെ വാല്യൂ തന്നെയാണ്. So the final end moment at joint A we have already calculated. So next is the calculation for joint B and joint C and also joint D. ഇത് മൂന്നും നമുക്ക് ഇനി ചെയ്യാനുള്ളതാണ്. So next we will go for the calculation of maximum moment at joint B. So joint B യുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ബീംസ് ഏതൊക്കെയാണ്? beam AB and beam BC. So beam AB and BC should be loaded with live load and dead load, and the beam CD will be subjected to dead load only. ഏത് ജോയിന്റിലാണോ നമുക്ക് മാക്സിമം മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ ജോയിന്റുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന ബീംസിലൊക്കെ ലൈവ് ലോഡും കൂടെ വരണം along with the dead load, and ബാക്കി സ്പാനിലൊന്നും ലൈവ് ലോഡ് ആക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. So here the fixed end moment due to dead load and live load, fixed end moment due to total load ആണ് എ ബിയിലും അതുപോലെ ബി സിയിലും നമ്മൾ എഴുതേണ്ടത്. സി ഡിയിൽ മാത്രം ഡെഡ് ലോഡ് കൊണ്ട് മാത്രം ഉള്ള മൊമെന്റ് വാല്യൂ എഴുതുക, ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് വാല്യൂ എഴുതുക. നൗ
we have to calculate the joint moment at B matram. So the balancing moment should be calculated for all the members. So for A, balancing moment is equal to minus 203.85 into 0.5 into minus 1. That is equal to 101.93. And for joint B, balancing moment at for BA എന്ന് പറയുമ്പോൾ 203.85 minus 21.15 into 1 by 3, that is equal to 60.9. So the balancing moment is 60.9. Here also it is 60.9 because the distribution factor is again 1 by 3. And for joint C, the distribution factor for CB and CD both are 1 by 3 again. So the total fixed end moment 21.15 minus 55.2 multiplied with the 1 by 3, that is equal to minus 11.35. So the balancing moments are 11.35 for CB and CD. So for D, we need not write because avadunnu carry over moment onnum B ilekku varanilla. So in the next step we can calculate the carry over moments from A to B. It is 101.93 divided by 2, that is 50.97 from A to B. Then from C to B it is 11.35 divided by 2, 5.68. Again we have to calculate the balancing moment of this total moment. So 50.97 plus 5.68 into 1.3 is equal to 1 by 3 is equal to 18.88. So the negative of 18.88 minus 18.88 should be written as the balancing moment here for BA and BC. Now add all the moments. അങ്ങനെ നമുക്ക് final moments കിട്ടും for joint B. Next is for maximum moment at joint C. അടുത്ത കേസ് ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് maximum moment at joint C ആണ്. അപ്പോൾ joint C എന്ന് പറയുമ്പോൾ CB and CD are the beams connected to joint C. So the spans BC and CD should be subjected to live load along with the dead load. AB യിൽ dead load മാത്രം വരും. So you can write the fixed end moment values. ഇവിടെ എഴുതുമ്പോൾ BC യിലും CD യിലും fixed end moment due to total loads എഴുതണം. AB യിൽ മാത്രം fixed end moment due to dead load alone അതും എഴുതണം. Next we can calculate the balancing moment in the next step. For B it is 130.95 minus 21.15, that is equal to so that value multiplied with the distribution factor 1 by 3 is equal to 36.6. So minus 36.6 is the balancing moment here. Similarly for joint C, 21.15 minus 87.6 is the total fixed end moment, and that multiplied with the distribution factor 1 by 3 is equal to minus 22.15. So 22.15 is the balancing moment. And at D also we have to write the balancing moment. 87.6 into 0.5 is equal to 43.8. So minus 43.8 is the balancing moment at D. ഇവിടെ എ ബിയും എയിലുള്ളത് നമുക്ക് ഇനി ബാലൻസിങ് മൊമെൻറ്റിൻ്റെയും ക്യാരി ഓവർ മൊമെൻറ്റിൻ്റെയും ഒന്നും ആവശ്യമില്ല. ബിക്കോസ് എയിൽ നിന്ന് സിയിലേക്ക് ക്യാരി ഓവർ മൊമെൻ്റ് ഒന്നും വരുന്നില്ല. So now next is a calculation of carry over moment from B to C and from D to C. So just the half of the moment should be written. So minus 36.6 divided by 2 minus 18.3, and from D to C minus 43.8 divided by 2 minus 21.9. Again we have to do a balancing moment calculation.
So minus 18.3 minus 21.9 multiplied with the distribution factor 1 by 3, which is equal to minus 13.4. So 13.4 is the balancing moment for C, B and CD because the distribution factors are both equal. So ഇത്രയും സ്റ്റെപ്പ് കഴിഞ്ഞാൽ we can calculate the final moments at joint C. Adding all the moments, fixed end moment, balancing moment, carryover moment and again the balancing moment will give the final moments at joint C. So next is a calculation of joint moment at D. So joint moment at D എന്ന് പറയുമ്പോൾ ഇവിടെ D യുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്ന only member is DC. So CD, the spans CD should be loaded with the live load along with the dead load. AB യിലും BC യിലും dead load മാത്രം. So write down the fixed end moments accordingly. AB, BC രണ്ട് സ്പാനിലും ഡെഡ് ലോഡ് മാത്രം കൊണ്ടുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് എഴുതുക. CD യിൽ മാത്രം ലൈവ് ലോഡും ഡെഡ് ലോഡും കൊണ്ടുള്ള ഫിക്സ്ഡ് എൻഡ് മൊമെന്റിന്റെ വാല്യൂസ് എഴുതുക. Then for the joint C and D you can calculate the balancing moments. C യിൽ എന്ന് പറയുമ്പോൾ 13.05 minus 87.6 multiplied with the distribution factor 1 by 3, which will give minus 24.85. So the negative of minus 24.85, that is positive 24.85 is the balancing moment at C for both the spans because the distribution factors are equal. So for next the joint D, 87.6 into 0.5 is equal to 43.8. So minus 43.8 is the balancing moment at joint D. Now we can write the carryover moment. ഇവിടെ സിയിൽ നിന്ന് ഡിയിലേക്ക് മാത്രമേ carryover moment വരുന്നുള്ളൂ. So ബാക്കിയൊന്നും എഴുതണ്ട. So the carryover moment is 24.85 divided by 2, which is equal to 12.43. So that is our carryover moment. Now we have to calculate one more balancing moment. 12.43 into 0.5, which is equal to 6.22. So minus 6.22 is the balancing moment. So add all the moments and this is the final moment at D. ഇത് മാത്രം പോസിറ്റീവ് ആണ് അല്ലേ? സോ സൈനിനെ പറ്റിയിട്ട് നിങ്ങൾ അധികം ബോധേഡ് ആവണ്ട. So this is about the calculation of joint moments or the design moments at joints or the maximum joint moments. Again this problem will be continued in the next video for various